തനിനാടൻ വാഴയിൽ പൊതിഞ്ഞെടുത്ത ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ബി വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഫുഡ് വ്ളോഗാണ് പ്ലാൻ ചെയ്യുന്നത്. വേറെ എവിടുന്നും അല്ല, പത്തനംതിട്ടയിലെ പാറയിൽ റെസ്റ്റോറൻറ്റ് എന്ന് പറയും. അവിടുന്ന് ഒരു കിഴി പൊറോട്ട ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ നമ്മളൊരു കിഴി പൊറോട്ടയ്ക്ക് 170 ആണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. നമ്മൾ കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം പറയുന്നതായിരിക്കും. ഗ്യാങ്സ് എല്ലാം പുറയിലുണ്ട്. മഴയായതുകൊണ്ട് വെളിയിറങ്ങി ഇൻട്രോ എടുക്കാൻ പറ്റത്തില്ല. അകത്ത് കയറി ഞാൻ ഒറ്റയ്ക്ക് മെയിൻ അർജുൻ സുരേഷ് കയറി ഇൻട്രോ എടുത്തിരിക്കുകയാണ്. നമുക്ക് കഴിച്ചിട്ട് നമ്മൾ അതിൻ്റെ അഭിപ്രായം എല്ലാം പറയുന്നതായിരിക്കും. സോ ഇനി നേരെ കിഴി പൊറോട്ടയിലേക്ക്. ഈ കിഴി പൊറോട്ടയാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. കിഴി ബിരിയാണിയുണ്ട്. കിഴി ബിരിയാണി എന്തെങ്കിലും പറയാനുണ്ടോ? അതായത് തനിനാടൻ വാഴയിൽ പൊതിഞ്ഞെടുത്ത പൊറോട്ടയ്ക്ക് അകത്ത് ചിക്കൻ വെച്ച ഒരു ഡിഷാണ്. ചിക്കനും മട്ടനും ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ബീഫും ചിക്കനും അത് ഇന്ന് 600 രൂപ ഞങ്ങൾ സ്പോൺസർ ചെയ്ത് ഞങ്ങളുടെ മെയിൻ വെച്ചാണ്. പൂങ്കാവ് ഇതാണ് റെസ്റ്റോറൻറ്റ് പാറയിൽ. കാണാൻ കിട്ടിയോട്ടാണ് ഇതിനകത്തിലാണ് കിഴി പൊറോട്ട. കാണാൻ പറ്റുമോ? ഇല്ല, കാണാൻ പറ്റും. ഇത് മൊത്തം ചിക്കൻ. ഗൈസ്, ഞങ്ങളങ്ങനെ സാധനം വാങ്ങിച്ചു വന്നിട്ടുണ്ട്. കിഴി പൊറോട്ട ഉണ്ട്. ഇതാണ് സാധനം. ചില്ലിങ്ങാൻ്റെ വൈബിയാണ്. മെയിൻ സ്പോൺസർ നിതിൻ സ്റ്റോറിന് ഗൗതം കുമാർ. സ്പോൺസേഴ്സിനെ ഇരുത്താനുള്ള ഒരു സൗകര്യം ഞങ്ങൾ കൊടുക്കാറുണ്ട്. നമുക്ക് ഈ വീടും പകലും നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്ന ഇതാണ് നമ്മുടെ നാടൻ നിലയിൽ വാഴയിൽ പൊതിഞ്ഞെടുത്ത കിഴി പൊറോട്ട. ബീഫുണ്ടോ? ഇതാണ് ബീഫ് മാത്രമാണ് കേട്ടോ. മറ്റേ പൊടിച്ചു നോക്കാം. ഇതിന്റെ അകത്താണ് ഇതിന്റെ മെയിൻ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. വളരെ നല്ലൊരു ഫുഡായിരുന്നു കിഴി പൊറോട്ട. ഞാനിവിടെയുള്ള എല്ലാവരും എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. ആദ്യം തന്നെ നമ്മുടെ ഈ വീടിൻ്റെയും ഓണറായ അശ്വിജോയുടെ എന്താണ് പറയാനുള്ളത്? വളരെ നല്ലതാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. ഇത്രേ ഉള്ളൂ. എന്താണ് പറയാനുള്ളത്? ഇനി നമുക്ക് മെയിനായിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായം ചോദിക്കാം. കുഞ്ഞിരിക്കുന്ന ഗൗതം, എന്താണ് അഭിപ്രായം ഇതിനെ കുറിച്ച്? അല്ല, അടിപൊളിയായിരുന്നു, സൂപ്പർ സാധനം. അഭിപ്രായം പറ. ടെക്സ്ചർ ഉണ്ടായിരുന്നു ഫുഡിന്, പിന്നെ അതിന്റെ ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഞങ്ങൾക്ക്. എന്താണ്? അപ്പൊ ശരി, വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ. ഇതിന്റെ അവസ്ഥ ഒക്കെ എങ്ങനെ കൊണ്ടുവന്നതാണ്. കണ്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് ഇപ്പോൾ വീഡിയോ.